ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2026 മോഡൽ XL6ന്റെ ആൽഫ വേരിയന്റ് ആണ്. XL6 ശരിക്കും നമുക്ക് 3 വേരിയന്റിലാണ് വരുന്നത്: സീറ്റ, ആൽഫ ആൻഡ് ആൽഫ പ്ലസ്. XL6ലെ ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ്, അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വേരിയന്റ് ഈ ആൽഫ വേരിയന്റ് ആണ്. ഇൻക്ലൂഡിംഗ് 360 ക്യാമറ ഈ വേരിയന്റിൽ മാരുതി കൊടുത്തിട്ടുണ്ട്. ഈ മാർച്ച് മാസത്തിൽ മൊത്തം 50,000 രൂപ വരെ ഓഫർ XL6ന് അവൈലബിൾ ആണ്. 25,000 രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടും 20,000 രൂപ എക്സ്ചേഞ്ച് ബോണസും 5,000 രൂപയുടെ അഡീഷണൽ ഓഫറും, അങ്ങനെ മൊത്തം 50,000 രൂപ വരെ ഓഫർ അവൈലബിൾ ആണ്. ശരിക്കും ഒരു 15 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിൽ 6 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന വേറൊരു വെഹിക്കിൾ XL6 അല്ലാണ്ട് ഈ സെഗ്മെന്റിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, ഓഫറിന് ശേഷമുള്ള അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഈ പ്രൈസ് റേഞ്ചിലെ മാരുതിയുടെ മറ്റു വാഹനങ്ങളായിട്ടുള്ള ബ്രസ ടോപ്പ് എൻഡ് അല്ലെങ്കിൽ ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ വേരിയന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഇതിന് വരുന്നുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 13.5 ലക്ഷം തൊട്ട് 16 ലക്ഷം രൂപ വരെ ബഡ്ജറ്റിൽ മാരുതിയിൽ നിന്നുള്ളൊരു പ്രീമിയം വാഹനം നിങ്ങൾ നോക്കുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു 5 സീറ്റർ എബോവ് ഉള്ള ഒരു വാഹനം, അതായത് 6 സീറ്റർ വാഹനമാണ് വേണ്ടത് എങ്കിൽ കൺസിഡർ ചെയ്യേണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് കാറാണ് XL6ന്റെ ഈ ആൽഫ വേരിയന്റ്, അല്ലെങ്കിൽ XL6 നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ശരിക്കും ഒരു അണ്ടർ റേറ്റഡ് കാർ എന്ന് വേണമെങ്കിൽ XL6നെ പറയാം. കാരണം ഈ സെഗ്മെന്റിൽ ഈ ഒരു ഇത്രയും ഫീച്ചേഴ്സ് തരുന്ന, അല്ലെങ്കിൽ ഇത്രയും യാത്ര കംഫർട്ട് തരുന്ന വേറൊരു വാഹനം ഇല്ലെന്ന് തന്നെ പറയാം. ഈ ഒരു പ്രൈസ് റേഞ്ചാണ് നമ്മൾ പറയുന്നത്. 13.5 ലക്ഷം തൊട്ട് 16 ലക്ഷം വരെ പ്രൈസ് റേഞ്ചിൽ ഇത്രയും യാത്രാ കംഫർട്ട് തരുന്ന വേറൊരു വാഹനം അവൈലബിൾ അല്ല. ഇപ്പോൾ പലരും ഈ വാഹനത്തെ എർട്ടിഗയായിട്ട് കമ്പയർ ചെയ്യുമായിരിക്കും. പക്ഷേ എർട്ടിഗനേക്കാളും മച്ച് പ്രീമിയം ആയിട്ടുള്ള ഒരു വാഹനമാണ് XL6. അതുപോലെ തന്നെ നമ്മളുടെ ബ്രസ ടോപ്പ് എൻഡ് വേരിയന്റ്, അല്ലെങ്കിൽ ബ്രസ ZXi പ്ലസ് വേരിയന്റ്, അല്ലെങ്കിൽ ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് വേരിയന്റ് തൊട്ട് ഡെൽറ്റ വേരിയന്റ് വരെയൊക്കെ നോക്കുന്നവർക്ക് അവരുടെ ഫാമിലിയിൽ ഒരു 6 മെമ്പേഴ്സ് ഉണ്ട് എങ്കിൽ അത്രയും ഫീച്ചേഴ്സ് ഉള്ള, അത്രയും കംഫർട്ടുള്ള, മാരുതിയിൽ നിന്ന് തന്നെ നോക്കാവുന്ന വേറൊരു വാഹനമാണ് നമ്മളുടെ XL6. ഈ സെഗ്മെന്റിൽ വേണമെങ്കിൽ പറയാവുന്ന ഒരു വാഹനമാണ് കിയയുടെ കാരൻസ്. പക്ഷേ അതിൻ്റെ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു വേരിയന്റിലേക്ക് പോകുമ്പോൾ ഏകദേശം 20 ലക്ഷം രൂപ കൂടുതൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ എർട്ടിഗയുടെ ZXi പ്ലസ് വേരിയന്റ്, അല്ലെങ്കിൽ ZXi വേരിയന്റ് ഒക്കെ നോക്കുന്നവർക്ക് കുറച്ചും കൂടിയും പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള ഒരു വാഹനം വേണമെങ്കിലും തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കാറാണ് XL6. ഒരു എർട്ടിഗ കൊണ്ടു നടക്കുന്ന അതേ ചെലവിൽ നിങ്ങൾക്ക് ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ്ലി ഒരു ക്രോം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ബ്ലൂയിഷ് ബ്ലാക്ക് കളറിൽ വന്നിരിക്കുന്ന വാഹനമാണ്. ആ ക്രോമൊക്കെ ഡീക്രോം ചെയ്യുകയാണെങ്കിൽ ഒരു സ്പോർട്ടി ലുക്കിലേക്ക് മാറും. പക്ഷേ ഈ വാഹനം എടുക്കുന്നവർ അങ്ങനെ ഡീക്രോം ചെയ്യാറില്ല. ഇപ്പോൾ ഫ്രണ്ടിലാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള രീതിയിൽ ആ ഒരു ക്രോം ബാർ കൊടുത്തിരിക്കുന്നു നടുക്കായിട്ട്. അതിൻ്റെ നടുക്കാണ് സുസുക്കിയുടെ ലോഗോ വരുന്നത്. അതിന് താഴെ നമുക്ക് 360 ക്യാമറ വരുന്നുണ്ട്. അതിൻ്റെ ക്യാമറ കാണാനായിട്ട് പറ്റും. ടോപ്പിൽ ഈ പോർഷൻസിലും നമുക്കൊരു ക്രോം ലൈൻ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 4 സ്ലോട്ടായിട്ട് കൊടുക്കുന്ന ഫുൾ LED ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ ചുറ്റുപുറവും നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കാണാം. അതിന് താഴെ നമുക്ക് LED DRLs വരുന്നുണ്ട്. അതിനോട് ചേർന്ന് ഇൻഡിക്കേറ്റേഴ്സ് മാത്രം ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നാൽ ഫോഗ് ലൈറ്റ് കാണാം. ഫോഗ് ലൈറ്റ് നമുക്ക് LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോഗ് ലൈറ്റിൻ്റെ കവറിങ് കാര്യങ്ങളെല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ നമുക്ക് ഒരു സിൽവർ ഫിനിഷ്ഡ് സ്കിഡ് പ്ലേറ്റ് കാണാം. 190 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഈ ഒരു താഴെ പോർഷനിലും നിങ്ങൾക്ക് ക്രോം കാണാനായിട്ട് പറ്റും. അപ്പോൾ ടോപ്പിൽ, നടുക്ക്, താഴെ പോർഷനിൽ, ഈ പോർഷൻസിലെല്ലാം ക്രോം ഫിനിഷാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ബ്ലാക്ക് ആൻഡ് ക്രോം നല്ലൊരു റോഡ് പ്രസൻസ് ഉള്ള പ്രീമിയം ലുക്കിംഗ് ആയിട്ട് മാറുന്നുണ്ട്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 16 ഇഞ്ച് വീൽസാണ് വരുന്നത്. എർട്ടിഗയിൽ നമുക്ക് 15 ഇഞ്ചാണ് ടോപ്പ് എൻഡിലും കൊടുത്തിരിക്കുന്ന വീലുകൾ. XL6ലേക്ക് വരുമ്പോൾ 16 ഇഞ്ച് വീൽസാണ്. ഇതിപ്പോൾ ടോപ്പ് എൻഡിന് താഴെ നിൽക്കുന്ന വേരിയന്റുകളാണെങ്കിലും ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 195/60 R16 ടയർ സൈസ് വരുന്നത്. ഇത് വേണമെങ്കിൽ 205 സെഷൻ ടയറിലേക്കൊക്കെ വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. നമുക്കിവിടെ ഒരു വീൽ കപ്പ് കാര്യങ്ങൾ ഇതിനകത്തും വരുന്നുണ്ട്. ഈ വശങ്ങളിലായിട്ട് നമുക്ക് ആ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ ക്ലാഡിങ് പോകുന്നു കാണാം. അത്യാവശ്യം വലിപ്പമുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. 360 ക്യാമറയുടെ ക്യാമറ കാണാം. ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ശരിക്കും വശങ്ങളിൽ നോക്കുമ്പോഴാണ് ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു വാഹനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. വശങ്ങളിൽ താഴെയായിട്ട് നമുക്ക് വശങ്ങളിലും ക്ലാഡിങ് കാണാം. അതൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ ഇവിടെ നമുക്ക് ഒരു ബ്ലാക്ക് എന്താ പറയുക ഡോർ ഗാർഡ് കാര്യങ്ങളും അവിടെയും വരുന്നുണ്ട്. ഹാൻഡിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് ക്രോം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് റിക്വസ്റ്റ് സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 30% ഗ്രീനിഷിൽ ടിൻറ്റ് ചെയ്ത ഗ്ലാസ്സുകളാണ് ഇതിനകത്ത് വരുന്നത്. UV കട്ട് ഗ്ലാസ്സുകൾ പറയാം. അപ്പോൾ അതൊരു നമുക്കെന്താ ഒരു
കൂൾ ഫിലിം ഒട്ടിക്കേണ്ട കാര്യമൊന്നും അതിനകത്ത് വരുന്നില്ല. നമ്മളുടെ ബി പില്ലറും സി പില്ലറും ബോഡി കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് റെയിൽസ് വരുന്നുണ്ട്, അതൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സൺ റൂഫ് ഒന്നും എന്തായാലും ഇതിനകത്ത് വരുന്നില്ല. ബാക്കിൽ നമുക്ക് ഷാർഫിൻ ആൻറ്റിന കാണാം. ബാക്കിലേക്ക് വരുമ്പോൾ ഈ ഒരു പോർഷനിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്വാർട്ടർ ഗ്ലാസ് കാണാം. അതുകൊണ്ട് തേർഡ് റോ പാസഞ്ചേഴ്സിനും അത്യാവശ്യം നല്ല റൂമി ആയിട്ട് ഇൻറ്റീരിയർ ഫീൽ ചെയ്യും. ഇവിടെ ബാക്കിലേക്ക് വരുമ്പോൾ പഴയ XL6 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പോർഷൻസിലെല്ലാം ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ XL6 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പ്രീമിയം ലുക്കിംഗ് വാഹനം അല്ലെങ്കിൽ കുറച്ചും കൂടി സ്പോർട്ടി കാറായിട്ട് പുതിയ XL6 മാറിയിട്ടുണ്ട്. അതിന് പ്രധാന കാരണം ബാക്കിൽ കൊടുത്തിരിക്കുന്ന ഈ സ്പോയിലേഴ്സ് ആണ്. അത്യാവശ്യം വലിപ്പമുള്ള രീതിയിൽ ഒരു സ്പോർട്ടി ലുക്കിംഗ് ആയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നടുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് വരുന്നത്. താഴത്തെ പോർഷൻസിലെല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ബാക്കിലേക്ക് വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോറോട് കൂടിയ ബാക്ക് ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നെക്സ്റ്റ് എന്നുള്ള ബാഡ്ജിങ് ആണ്. ഫുൾ LED ആയിട്ടുള്ള ഒരു ടെയിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു പോർഷൻ തന്നെ ഇതിനകത്താണ് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യുക. ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ്, ഇത് രണ്ടും ഹാളജനായിട്ട് വരുന്നുണ്ട്. ഈ പോർഷൻസിലെല്ലാം ജസ്റ്റ് റിഫ്ലക്ടേഴ്സ് മാത്രമാണ്. താഴേക്ക് വരുമ്പോൾ ഇത് സ്മാർട്ട് ഹൈബ്രിഡ് വരുന്ന ഒരു വാഹനമാണ്. അതിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. XL6 എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങും കൊടുത്തിരിക്കുന്നു. വേറെ വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ് ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഈ സെൻറ്ററിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സിൽവർ ലൈൻ പോകുന്നത് കാണാം. അതിൻ്റെ താഴെ സുസുക്കിയുടെ ലോഗോ, ബാക്കിലേക്ക് റിവേഴ്സ് ക്യാമറ ഇവിടെ കൊടുത്തിരിക്കുന്നു. ബാക്കിൽ നമുക്ക് ആ സിൽവർ ഫിനിഷിൽ സ്ട്രിപ്പ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് മാഗ്നറ്റിക് അല്ല, ഒരു ലോക്ക് ടൈപ്പ് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് നമുക്കിവിടെ റിക്വസ്റ്റ് സെൻസർ ബാക്കിലും കൊടുത്തിരിക്കുന്നത് കാണാം. ബൂട്ട് നോക്കുകയാണെങ്കിൽ 210 ലിറ്ററാണ് ഈ 3 റോയിൽ നിവർത്തി വെക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കാണുന്ന ബൂട്ട് സ്പേസ്. അത് ഈ ഒരു സീറ്റ് നമുക്ക് സിമ്പിൾ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ 2 സീറ്റുകൾ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ 700 ലിറ്ററോളം ബൂട്ട് സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ഇപ്പം നിങ്ങളുടെ ഫാമിലിയിൽ 6 പേരുണ്ട്, 6 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് ഈ 6 സീറ്റ് നിവർത്തി വെച്ച് യാത്ര ചെയ്യാനായിട്ട് പറ്റും. അതല്ല 5 പേരുള്ളൂ എങ്കിൽ ഈ ഒരു കോൺഫിഗറേഷനിൽ യാത്ര ചെയ്യാം. അല്ല 4 പേരുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഈ സീറ്റ് ഫോൾഡ് ചെയ്ത് വെച്ച് മാക്സിമം ബൂട്ട് സ്പേസ് യൂസ് ചെയ്യാനും പറ്റും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. വളരെ സിമ്പിളായിട്ട് സീറ്റുകൾ ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ തേർഡ് റോ പാസഞ്ചേഴ്സിന് നമുക്ക് ഇവിടെ ഒരു കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഈ വശത്തായിട്ട് നമുക്ക് AC-യുടെ 2 ഔട്ടുകൾ കാണാനായിട്ട് പറ്റും. അത് കൺട്രോൾ ചാനൽ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഈ ഒരു പോർഷൻസിൽ നമുക്കിവിടെ ഒരു 2 Type C ചാർജിങ് പോർട്ടുകളും കാണാനായിട്ട് പറ്റും. നമുക്ക് ഇവിടെയും ബൂട്ട് സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബ്രസയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഗ്രാൻഡ് വിറ്റാറയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഇൻറ്റീരിയർ സ്പേസും അതുപോലെ കൺവീനിയൻറ്റും തരുന്നൊരു വാഹനമാണ് നമ്മളുടെ XL6. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ക്രോം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന രീതിയിൽ ഉള്ളൊരു ഇൻറ്റീരിയർ, ഒരു വുഡ് ഫിനിഷ് കാര്യങ്ങളും ഒരു ഡാർക്ക് സിൽവറൊക്കെ കൊടുത്ത ഒരു പ്രീമിയം ലുക്കിംഗ് ഇൻറ്റീരിയറാണ്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം ഒരു ലെതറിഡ് സോഫ്റ്റ് ടച്ച് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. നമ്മൾ വാഹനം ലോക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോ ആയിട്ട് മിറർ ഫോൾഡ് ചെയ്യുന്ന ഒരു ഫീച്ചറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷാണ്. ഇവിടെയെല്ലാം നമുക്ക് ആ ഒരു വുഡ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് സിൽവർ ഫിനിഷ് കാണാനായിട്ട് പറ്റും. താഴെ ബോട്ടിൽ ഹോൾഡേഴ്സ്, സ്പീക്കർ ഗ്രില്ല് കാണാം. ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെതറി സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ആൽഫ പ്ലസ് വേരിയൻറ്റിൽ അത് വെന്റിലേഷൻ്റെ ഓപ്ഷനും കൂടി വരുന്നുണ്ട്. ഇത് മാനുവൽ വേരിയൻ്റ് ആണ്, എന്നാലും ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഇവിടെ റിയർ AC ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. 360 ക്യാമറ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനുള്ള വ്യൂ ബട്ടൺ, ട്രാക്ഷൻ കൺട്രോൾ, ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് മീൻസ് ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ട്, പിന്നെ നമുക്ക് ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാണാം. പുഷ് ബട്ടൺ സ്റ്റാർട്ടും ഈ കോർണറിലാണ് കൊടുത്തിരിക്കുന്നത്. XL6ൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറിലെ ലേഔട്ട് കാര്യങ്ങൾ നമ്മളുടെ എർട്ടിഗയോട് ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ നമുക്ക് അതിൻ്റെ കളർ ടോൺ കാര്യങ്ങളെല്ലാം ഡിഫറൻസ് വരുന്നതുകൊണ്ട് ഒരു പ്രീമിയം വാഹനമായിട്ട് ഫീൽ ചെയ്യും. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ഒരു ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലാറ്റ് ബോട്ടമാണ്. താഴത്തെ പോർഷൻസിലെല്ലാം നമുക്കൊരു സിൽവർ ടച്ച് കാണാം. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും, ഫോൺ കൺട്രോൾസ് താഴെ വലതുവശത്തായിട്ട് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ, ഓട്ടോ വൈപ്പേഴ്സിൻ്റെ ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ മാരുതിയുടെ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ്. സ്പീഡോമീറ്റർ, RPM മീറ്റർ അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളുടെ ആ ഒരു എനർജി ഫ്ലോ അല്ലെങ്കിൽ ബാറ്ററി ആ ഒരു ഫീച്ചറാണ് കൊടുത്തിരിക്കുന്നത് സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ. പിന്നെ അതിനകത്ത് ആവറേജ് ഫ്യൂവൽ, ഡിസ്റ്റൻസ് ടു എംറ്റി, അങ്ങനെ ഡ്രൈവ് ടൈം, ഐഡിയൽ സ്റ്റോപ്പ് ടൈം, മറ്റേ ക്ലോക്ക്, അങ്ങനെ
അങ്ങനെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം വരുന്നുണ്ട്. എൻജിൻ ടെമ്പറേച്ചറും ഫ്യൂവൽ ഗേജും ഇതിനകത്തും അനലോഗായിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ ഇപ്പോഴും നമ്മുടെ ക്ലസ്റ്ററിൽ തന്നെയാണ് വരുന്നത്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാൻഡ് വിറ്റാറിലൊക്കെ കണ്ടുവരുന്ന സെയിം 7 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുക. ഇതിനകത്ത് 360 ക്യാമറയും കൂടിയും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. വ്യൂ ബട്ടണിൽ, ഡ്രൈവർ സൈഡിലുള്ള വ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 360 ക്യാമറ കാണാം. അതിനകത്ത് ഇപ്പം നമുക്ക് അത്യാവശ്യം അതിൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിൻ്റെ 360 വ്യൂ, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ആ 360 ക്യാമറ റിലേറ്റഡുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രണ്ട് ക്യാമറ മാത്രം കാണണമെങ്കിൽ ഇങ്ങനെ ഡ്രൈവർ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു വ്യൂവിൻ്റെ ഒരു ഓപ്ഷനും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ 360 ക്യാമറ അത്യാവശ്യം ഫീച്ചർ ലോഡഡ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4 സ്പീക്കറും 2 ടൂട്ടോടും കൂടിയ സിസ്റ്റമാണ്. ഡീസൻറ്റ് ക്ലാരിറ്റിയാണ്. ഇപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള സ്ക്രീനൊക്കെ ആയിട്ട് നമുക്കിത് ഫീൽ ചെയ്യും. ആകെ തോന്നുന്നത് ഇതിൻ്റെ ഒരു സൈസ് കുറഞ്ഞു പോയെന്നാണ്. അതിൻ്റെ ഔട്ടർ പോർഷൻസ് എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് പിന്നെ നമുക്ക് TPMS പോലുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് ഇപ്പോൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ എനർജി ഫ്ലോ എന്നും പറഞ്ഞു ബാറ്ററിയുടെ ഒരു ചാർജിങ് പോർഷൻ, ഇത് നമ്മളുടെ ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡിൽ കൊടുത്തിരിക്കുന്ന ഒരു സിസ്റ്റം ഒന്ന് മോഡിഫൈ ചെയ്തതിനകത്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അത്യാവശ്യം ഇൻഫർമേഷൻസ്, പിന്നെ ഫ്യൂവൽ ഇക്കോണമിയുടെ കാര്യങ്ങളെല്ലാം ഇതിനകത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കാണാം. ഈ ഒരു പോർഷൻസ് എല്ലാം നമ്മൾ ആദ്യം പറഞ്ഞാണ് ഒരു ഫേക്ക് വുഡ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ ഒരു സിൽവർ ടച്ച് കാണാനായിട്ട് പറ്റും. ഈ ടോപ്പിലെ AC വെൻസിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഡിസൈൻ എലമെന്റ് എന്നുള്ള രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC കൺട്രോൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് വരുന്നത്. ഒരു പഴയ മാരുതി വാഹനങ്ങൾ കണ്ടുവന്നിരുന്ന സിസ്റ്റമാണ്. ഉപയോഗിക്കാൻ നല്ല രസമാണ്. നല്ലൊരു ടെമ്പറേച്ചർ ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. വയർലെസ് ചാർജിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഇതാണ് കീ വരുന്നത്. ആ മാരുതിയുടെ ഒരു സ്ഥിരം കീ തന്നെ കാണാനായിട്ട് പറ്റും. ഇത് മാനുവൽ വേരിയൻ്റ് ആണ്. മാനുവൽ ഗിയർ ലിവർ കാണാം. അതിനൊരു ലെതർ കവറിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് സ്റ്റോറേജ് സ്പേസ് കാണാം. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ് വരുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ്. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ആണ് വരുന്നത്. ആൻഡ് ലൈറ്റോട് കൂടി തന്നെ കൊടുത്തിരിക്കുന്നു. നമുക്ക് മാനുവലി ഡിമ്മിംഗ് ഉള്ള IR VMs കാണാം. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടി തന്നെ വരുന്നുണ്ട്. സെൻറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡറും ഇതിനകത്ത് വരുന്നുണ്ട്. അകത്തെ റീഡിംഗ് ലൈറ്റുകൾ ഇപ്പോഴും ഹാർജനായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസായിട്ടുള്ള ഗ്ലോ ബോക്സ്, പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സൊന്നും തന്നെ അതിനകത്ത് വരുന്നില്ല. XL6ൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഈ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ തന്നെയാണ്. നമ്മൾ സീറ്റ് എല്ലാം ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ എൻ്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ എനിക്കെല്ലാം ഇങ്ങനെ വിസിബിളായിട്ട് സുഖമായിട്ട് പുറത്തെല്ലാം കണ്ട് നല്ല ഗ്ലാസ് ഏരിയ ഉള്ളതുകൊണ്ട് അടിപൊളിയായിട്ട് ഈ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന വലിപ്പമുള്ള ഡോറുകളാണ്. അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ഡോർ പാഡിൽ ഇവിടെയെല്ലാം നമുക്കൊരു ലെതർ ഫിനിഷ് കാണാം. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോയുടെ കൺട്രോൾ, ബോട്ടിൽ ഹോൾഡേഴ്സ്, സ്പീക്കർ ഗ്രില്ല് കാണാം. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് വരുന്നുണ്ട്. അതിന് താഴെ 2 Type C ചാർജിങ് പോർട്ടുകളും കാണാം. ബാക്കിൽ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ക്യാപ്റ്റൻ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് ബ്ലാക്ക് ലെതർ ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ആ സീറ്റിൻ്റെ സ്റ്റാൻഡിംഗ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ലിവർ ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി ഇരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് ഇപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തോരം ഡ്രൈവ് സ്പേസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ബാക്കിൻ്റെ സീറ്റിൻ്റെ ഒരു സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും വരുന്നുണ്ട്. ഈ സീറ്റ് നമുക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അത് അകത്തേക്ക് കയറി ഇരിക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ഈ സീറ്റ് ഫ്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് തേർഡ് റോയിലേക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലൂടെയും നമുക്ക് തേർഡ് റോയിലേക്ക് പാസ് ചെയ്യാം. ഈ സെൻട്രൽ പാസഞ്ചേഴ്സിന് നല്ല സുഖമായിട്ട് ഇരിക്കാനായിട്ട് 2 സീറ്റിലും ഹാം റെസ്റ്റും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ടോപ്പ് സെൻറ്റർ മൗണ്ടഡ് ആയിട്ട് ഇവിടെ ഒരു റീഡിംഗ് ലൈറ്റ് കാണാം. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ വരുന്നു. ബാക്കിലേക്ക് ഫിക്സഡ് ഗ്രാബ് ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 20-22 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. നമുക്ക് ഇവിടെ ക്യാപ്റ്റൻ സീറ്റ് ആയതുകൊണ്ട് 2 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാം. ബാക്കിൽ നമുക്ക് 3 പേർക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് യാത്ര ചെയ്യാം. അപ്പോൾ 3+2+2. അപ്പോൾ ശരിക്കും ഇതൊരു XL6 എന്നാണ് പറയുന്നതെങ്കിലും ഒരു 7 പേർക്കൊക്കെ അത്യാവശ്യം കംഫർട്ടായിട്ട് ഇതിനകത്ത് യാത്ര ചെയ്യാനായിട്ട് പറ്റും. XL6ൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, 360 ക്യാമറ, സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, TPMS, അങ്ങനെ സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ വരേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഗ്ലോബൽ NCAP ഒന്നും കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഒരു 3 സ്റ്റാർ ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എർട്ടിഗയ്ക്ക്. അപ്പോൾ സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പോൾ ആ ഒരു
സേഫ്റ്റി തന്നെ നമുക്ക് ഈ വാഹനത്തിലും എക്സ്പെക്ട് ചെയ്യാം. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ മാരുതിയുടെ ട്രയൽ ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ്. അതിൻ്റെ കൂടെ സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ സിസ്റ്റം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്. മൈലേജ് നോക്കുകയാണെങ്കിൽ ഒരു കമ്പനി ക്ലെയിം ചെയ്യുന്ന 20 കിലോമീറ്റർ പെർ ലിറ്റർ ഒക്കെയാണ്. റിയൽ ലൈഫിൽ ഒരു 15നും 17നും ഇടയ്ക്കൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫുൾ ലോഡ് വണ്ടി ഓട്ടോമാറ്റിക് ഒക്കെ ആണെങ്കിൽ 13-14ഒക്കെയാണ് പലരും ക്ലെയിം ചെയ്യുന്ന മൈലേജ്. ഈ വാഹനത്തിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ അവിടെയാണ് ഈ വാഹനം ശരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഇപ്പോൾ 25,000 രൂപയുടെ സ്ട്രേറ്റ് വേ ക്യാഷ് ഡിസ്കൗണ്ടും 20,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും 5,000 രൂപയുടെ അഡീഷണൽ കോർപ്പറേറ്റ് ബോണസ് എന്നുള്ള രീതിയിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ മൊത്തം നിങ്ങൾക്ക് 50,000 രൂപ വരെ ഓഫർ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിൻ്റെ ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത് സീറ്റ വേരിയൻ്റ് ആണ്. സീറ്റ മാനുവൽ വേരിയൻ്റ് നിങ്ങൾക്ക് 13,50,000 രൂപയ്ക്ക് ഇപ്പോൾ എല്ലാ ഓഫറുകൾക്ക് ശേഷം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. സീറ്റ ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ 15,05,000 രൂപ. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് തന്നെയാണ് ഏകദേശം നമ്മളുടെ എർട്ടിഗയുടെ ZXi വേരിയൻറ്റിന് വരുന്നത്. അതല്ല, നിങ്ങൾ ബ്രസയുടെ ടോപ്പ് എൻഡ് നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ZXi പ്ലസിന് ഏകദേശം 13,65,000 രൂപയാണ് പുതിയ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്. മാനുവലിന്, ഓട്ടോമാറ്റിക്കിന് 15,25,000 രൂപ. ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാറ നോക്കുകയാണെങ്കിലും ഗ്രാൻഡ് വിറ്റാറയുടെ ഡെൽറ്റ വേരിയൻറ്റ് 13,75 മാനുവലിന്, ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ 15,65 പ്രൈസ് വരുന്നത്. അപ്പോൾ ആ ഒരു വാഹനം നോക്കുന്നവർക്കും വേണമെങ്കിൽ XL6 അവിടെ നോക്കാം. ഇനി XL6 സീറ്റ ഓട്ടോമാറ്റിക്കിന്റെ പ്രൈസ് നമ്മൾ പറഞ്ഞിരുന്നു 15,05,000 രൂപ. ഇനി ആൽഫ, നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്ന ആൽഫ വേരിയന്റിലേക്ക് വന്നാൽ ആൽഫ മാനുവലിന് 14,60,000 രൂപയും ആൽഫ ഓട്ടോമാറ്റിക്കിന് 16,20,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അതായത് ബ്രസേനേക്കാളും അല്ലെങ്കിൽ എർട്ടിഗനേക്കാളും അല്ലെങ്കിൽ നമ്മളുടെ ഗ്രാൻഡ് വിറ്റാറിനേക്കാളും ഒരു ചെറിയൊരു എമൗണ്ട്, ഒരു 50,000 രൂപ ബഡ്ജറ്റ് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ആ വാഹനത്തിലൊക്കെ ഉള്ള അത്രയും ഫീച്ചേഴ്സുള്ള കുറച്ചും കൂടിയും എന്താ പറയുക, ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരാൾക്ക് കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഈ XL6 നിങ്ങൾക്ക് വാങ്ങാം. ഇനി ആൽഫ പ്ലസിലേക്ക് പോയി കഴിഞ്ഞാൽ 15,20,000 രൂപ മാനുവലിനും ഓട്ടോമാറ്റിക്കിനും 16,75,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ആൽഫ പ്ലസിന്റെ ആവശ്യമൊന്നുമില്ല, വെന്റിലേറ്റർ സീറ്റ്സ് ഒക്കെയാണ് ഫ്രണ്ടിൽ അഡീഷണലി വരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ആൽഫ വേരിയന്റ് പക്ക വാല്യൂ ഫോർ മണി തന്നെയാണ്. ഇപ്പോൾ 360 ക്യാമറ, പിന്നെ ഒരു ഡെയിലി യൂസിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. XL6 ആര് ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എർട്ടിഗയിൽ നിന്നൊരു അപ്ഗ്രേഡ് വേണം, ഓക്കെ, അവർക്ക് XL6 നോക്കാം. ബ്രസ, ഗ്രാൻഡ് വിറ്റാറ നോക്കുന്നവർക്ക് ഫാമിലിയിൽ ഒരാളും കൂടി ഉണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടിയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിയ വാഹനം വേണം, അല്ലെങ്കിൽ കുറച്ചും കൂടിയും യാത്ര കംഫർട്ടുള്ള ഒരു വാഹനം വേണം. ഇപ്പോൾ ബ്രസയുടെയൊക്കെ പലരും കൺസേൺ അതിനകത്ത് പഴയ ബോഡി റോളാണ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ളവർക്കും കുറച്ചും കൂടിയും പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് XL6 കൺസിഡർ ചെയ്യാം. അതല്ല, നമ്മളുടെ കരൻസ് അല്ലെങ്കിൽ എർട്ടിക പോലെയുള്ള വാഹനം നോക്കുന്നവർക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ല, എന്നാൽ അതേപോലെ 6 സീറ്റർ ആയിട്ടുള്ള കംഫർട്ട് ആയിട്ടുള്ള ഒരു വാഹനം വേണമെങ്കിലും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു വാഹനമാണ് നമ്മളുടെ XL6. ഇപ്പൊ കരൻസിന്റെ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു വേരിയന്റ് കിട്ടണമെങ്കിൽ ഏകദേശം 20 ലക്ഷം രൂപയുടെ അടുത്ത് പ്രൈസ് കൊടുക്കണം. എർട്ടികയുടെ പ്രൈസ്, പിന്നെ ഇന്നോവയുടെ പ്രൈസ് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മാരുതി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.